എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന മനുഷ്യൻ, ഞാൻ കണ്ടിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും പരാജിതനായ ഒരു മനുഷ്യൻ. 35 വർഷം പ്രവാസ ലോകത്ത് ജോലി ചെയ്തിട്ടും വീണ്ടും നാട്ടിൽ വന്ന് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന പമ്പര വിട്ടിയായ മനുഷ്യൻ. കുറഞ്ഞ വർഷങ്ങൾ പ്രവാസ ജീവിതം നയിച്ചവരൊക്കെയും നാട്ടിൽ കൂറ്റിൻ ബംഗ്ലാവുകൾ കെട്ടി ഉയർത്തുമ്പോൾ കഷ്ടിച്ച് 1.5 നില കെട്ടിവെച്ച വീട്ടിൽ നിന്നും ദിനവും കൂലിപ്പണിയെടുക്കാൻ പോകുന്ന ഭൂലോക പരാജയമായ ഒരു മനുഷ്യൻ. വെറുപ്പ് കൂടിയപ്പോൾ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ മകനായതിൽ നാണിക്കുന്നു. കൂട്ടുകാരൻ ഏർപ്പെടുത്തിയ വിസ കയ്യിൽ പിടിച്ച് എല്ലാവരോടും യാത്ര ചോദിക്കുമ്പോഴും ഉള്ളു നിറയെ ആ മനുഷ്യന് എങ്ങനെയാണ് കാശുണ്ടാക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കണം എന്ന് മാത്രമായിരുന്നു. എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ചുംബിച്ച് യാത്ര ചോദിച്ചു. എല്ലാവരും കരഞ്ഞു, അയാൾ ഒഴികെ. ആ കണ്ണുകൾ ചുവന്നു കിടന്നു, ചത്ത കണ്ണുകളെപ്പോലെ. പക്ഷെ ഒരു തുള്ളി പോലും നിറഞ്ഞിരുന്നില്ല. കെട്ടിപ്പിടിക്കാൻ അടുത്തേക്ക് വന്നതും ഞാൻ കൈകൾ പിടിച്ചു കുലുക്കി പോയിട്ട് വരാമെന്ന് പറഞ്ഞു വീട്ടിൽ നിന്നിറങ്ങി. പോകാൻ സമയം ഒന്നുകൂടി ഞാൻ ആ മുഖത്തേക്ക് പുച്ഛത്തോടെ നോക്കി. നിങ്ങളെപ്പോലെ ഞാനാവില്ല മനുഷ്യ എന്ന് മനസ്സുകൊണ്ട് ഉറക്കെ പറഞ്ഞു. ഇന്നൊരു വർഷം തികയുന്നു. വരുമ്പോൾ വിസയ്ക്ക് മേടിച്ച കടത്തിന്റെ ബാക്കി ഇനിയും തീർക്കാനുണ്ട്. മറ്റു കടങ്ങൾ വേറെയും. പ്രവാസിയായി എന്ത് സമ്പാദിച്ചു എന്ന് ചോദിച്ചാൽ പറയാൻ ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, എൻ്റെ ഉപ്പാന്റെ സ്നേഹം എന്നുള്ള അറിവ് സമ്പാദിച്ചു. ആ മനുഷ്യൻ സത്യമായിരുന്നു എന്ന അറിവ് നേടിയെടുത്തു. മടുത്തു, വയ്യ, എല്ലാം മതിയാക്കി നാട്ടിലേക്ക് പോകണം. ആ മനുഷ്യന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. ആ കൈകളിൽ മുഴച്ചു നിൽക്കുന്ന കട്ടിത്തഴമ്പിൽ ഒരുപാട് മുത്തങ്ങൾ നൽകണം. ഒരു വീട് വെക്കാൻ സാധിച്ചതെങ്ങനെയെന്ന് അത്ഭുതത്തോടെ ചോദിക്കണം. എത്ര കാലം അതിനായി പട്ടിണി കിടന്നുവെന്ന് നെഞ്ചുപൊട്ടി ചോദിക്കണം. ഉപ്പ വെച്ച വീട്ടിൽ നെഞ്ചും വിരിച്ച് അഭിമാനത്തോടെ കിടക്കണം. ഒരു നോക്കുകൊണ്ടുപോലും നോവിക്കാതെ നോക്കണം.